എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ ഏപ്രിൽ മാസ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ഒരാഴ്ച മുമ്പ് തന്നെയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ ഉത്തരവുണ്ടായിരുന്നു. 20-ാം തീയതി മുതൽ നമ്മുടെ ക്ഷേമ പെൻഷൻ പ്രഖ്യാപിക്കുന്നു എന്നുള്ളത്. അപ്പോൾ 68 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇന്ന് മുതൽ 1600 രൂപ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിൽ ലഭിക്കുന്നവർക്ക് നാളെ മുതലായിട്ട് കൈകളിലേക്കും ലഭിക്കുന്നതാണ്. അപ്പോൾ ഏപ്രിൽ മാസം അപ്രൂവലായിട്ടുള്ള നിരവധി ആൾക്കാരുണ്ടായിരുന്നു. ഏപ്രിൽ മാസം അപ്രൂവലായിട്ടുള്ളവർക്ക് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെയും നമുക്ക് വാർഷിക മസ്റ്ററിങ് 25 മുതൽ ആരംഭിക്കുന്നു. 2 മാസത്തെ സമയമുണ്ട്. നിങ്ങൾ ധൃതി പിടിച്ചു ഓടേണ്ട കാര്യങ്ങളൊന്നും തന്നെയുമില്ല. സമയമെടുത്ത് തന്നെ പോയാൽ മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ചില സമയത്ത് നെറ്റ്വർക്ക് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിനായിട്ടുള്ള പ്രായമായിട്ടുള്ളവരൊക്കെ ഉണ്ടാവും. നിങ്ങൾ ധൃതി പിടിക്കേണ്ട ആവശ്യങ്ങളില്ല. ഈ 2 മാസം സമയം നമുക്ക് മുമ്പിലുണ്ട്. ആ ഒരു സമയം കൊണ്ട് നിങ്ങൾ ഈ മസ്റ്ററിങ് പൂർത്തീകരിച്ചാൽ മതി. പലരും DBT ട്രാൻസാക്ഷൻ പ്രോബ്ലങ്ങൾ പറയാറുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നുള്ളത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന വീതങ്ങൾ നിങ്ങളുടെ ആധാറിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ ആധാറിലേക്ക് വരുന്ന എമൗണ്ടുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആധാറും ബാങ്കും തമ്മിൽ ലിങ്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ DBT എനേബിൾഡ് ആണോ എന്നുള്ളത് നിങ്ങളുടെ ബാങ്കുമായി കോൺടാക്ട് ചെയ്ത് ബാങ്കിൽ അന്വേഷിക്കണം. ഇത് എനേബിൾഡ് ആണെങ്കിൽ മാത്രമാണ് ഈ കേന്ദ്ര വിഹിതം നിങ്ങൾക്ക് ലഭിക്കുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്കത് മുടങ്ങിപ്പോകുന്നതാണ്. ഈ PFMS പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം വഴിയാണ് ഇത് വരുന്നത്. ഈ എമൗണ്ട് നിങ്ങളുടെ അവിടെ ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ DBT എനേബിൾഡ് ആക്കി കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഈ ഒരു തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്ന് ചേരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ 1600 രൂപ വിതരണം ആരംഭിക്കുകയാണ്. ഉച്ച മുതലൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി ഈ ഒരു തുക. കൈകളിൽ എത്തുന്നവർക്ക് നാളെ മുതലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.